ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഡേറ്റ്സ് ഉപയോഗിച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയിൽ നിന്നെടുത്ത പാല്, ശർക്കരയല്ല കേട്ടോ, ശർക്കരയല്ല ചക്കരയാണ്. കരിപ്പെട്ടി ചക്കര എന്നൊക്കെ കേട്ടിട്ടില്ലേ. പിന്നെ 4 ഏലക്കായും 4 പഴവും. ഇത്രയുമാണ് നമുക്കിതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഞാൻ ഈ പഴം തൊലി കളഞ്ഞിടാം. 4 പാളയംതടം പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴവും ഇതിന് നല്ലതാണ്. നമ്മളിപ്പോൾ ഈ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു ശർക്കര പായസം ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലത്തെ നല്ല ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണിത്. ഇനി ഇതിലേക്ക് ഞാൻ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഏലക്ക കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പൊ ഞാനിതിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും പഴം നല്ലതുപോലെ അടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡേറ്റ്സ് അല്പം ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. അത് സാരയില്ല. ഇനി നമുക്കിതിലേക്ക് ചക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം പിഴിഞ്ഞെടുത്താൽ മതി തേങ്ങയുടെ പാല്. കാരണം ഇപ്പോൾ ഇത് ഒരുവിധം നല്ലതുപോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലൂടെ കൂടി നമുക്ക് ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി ലൂസാക്കി എടുക്കാം. അല്പം കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. നമ്മുടെ ജ്യൂസ് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നൊഴിക്കാം. വളരെ ഈസി ആയിട്ട് നമ്മൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഈന്തപ്പഴത്തിന്റെ മുകളിൽ വിതറിയിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.